നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 സെപ്റ്റംബർ മാസത്തെ വിശാഖ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന തുലാക്കൂറിലാണ്, ശേഷം 15 നാഴിക വരുന്ന വൃശ്ചികക്കൂറിലാണ്. അപ്പോൾ തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ദോഷമില്ലാത്തൊരു മാസമാണ്. കാരണം 10ാം മാളവിയോഗം ചെയ്ത ലഗ്നത്തിൽ ശുക്ര സ്വക്ഷേത്ര ബലവാനാണ്. അപ്പോൾ അവനവൻ്റെ വാക്കിന് വിലയുണ്ടാകുന്ന സമയമാണ്. കീർത്തി കേൾക്കാനായിട്ട് യോഗമുണ്ട്. 4 പേര് അറിയപ്പെടുന്ന കലാരംഗത്തൊക്കെ പ്രവർത്തിയെടുക്കുന്നവർക്ക് കീർത്തി കേൾക്കാനും 4 പേര് അറിയപ്പെടാനും പ്രശസ്തി കിട്ടാനും ഒക്കെ യോഗമുള്ള സമയമാണ്. അത് മാത്രമല്ല, പഞ്ചമഹാപുരുഷത്തിലെ ഹംസായോഗം ചെയ്ത് 10ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ തൊഴിലില്ലാത്തവർക്ക് നല്ല തൊഴിൽ കിട്ടാനായിട്ട് യോഗമുണ്ട്. തൊഴിലെടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. എന്നാലും 10ാം വ്യാഴത്തിൽ വ്യാഴപ്പഴവിൻ്റേതായിരിക്കുന്ന പ്രശ്നമുണ്ട്. മാത്രമല്ല, ഭാഗ്യസ്ഥാനത്ത് പാപയോഗമാണ്. ഭാഗ്യാധിപതി 12ലുമാണ്. അതുകൊണ്ട് വീട് വിട്ട് നിൽക്കുന്നവർക്ക് ഭാഗ്യവർദ്ധനവിന് യോഗം ഉണ്ടെങ്കിലും വീട്ടിൽ തന്നെ നിൽക്കുന്ന സ്വന്തം നാട്ടിൽ നിന്ന് പ്രവർത്തിയെടുക്കുന്നവർക്ക് അത്ര വലിയ ഭാഗ്യാനുഭവം പറയാനും വയ്യ. അപ്പം അത് കാരണം കൊണ്ട് അതിന് കുറച്ച് പരിഹാരങ്ങൾ ചെയ്യണം. വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസുക്താർച്ചന, നെയ്വിളക്ക്, പാൽപ്പായസം മുതലായിട്ടുള്ള വഴിപാട് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഈ ഭാഗ്യാധിപതി 12ൽ ശനിയുടെ ദൃഷ്ടിയിലാണ്. അപ്പോൾ ശനി 6ാം ഭാവത്തിൽ ശത്രുസ്ഥാനത്ത് നിൽക്കുന്ന കാരണം ശത്രുദോഷം കാരണം കൊണ്ട് ഈ ഭാഗ്യത്തിന് കുറവുണ്ടാകുക എന്നൊക്കെ പറയുന്നൊരവസ്ഥ ഉണ്ട്. അപ്പോൾ അത് കാരണം അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുക, അതേപോലെ തന്നെ ഗണപതി ഹോമം നടത്തുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ശത്രുദോഷമൊക്കെ മാറിയിട്ട് നല്ല അഭിവൃദ്ധി അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളുണ്ടാകും. എന്നാൽ മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ്റെ യോഗം കാണുന്നുണ്ട്. ചെറിയ കാര്യത്തിന് ടെൻഷൻ അടിക്കുന്നൊരു സ്വഭാവമാണ് കാണുന്നത്. അപ്പോൾ അത് മാത്രമല്ല, മക്കളെ പ്രതിയുള്ള ദോഷം, ശത്രുദോഷം കൊണ്ടുള്ള വിഷയങ്ങൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പോൾ നാഗപൂജ ചെയ്യാനായിട്ട് മറക്കരുത്. അതിനോടൊപ്പം തന്നെ സർവാഭിഷ്ടസ്ഥാനത്ത് ലാഭസ്ഥാനത്ത് സൂര്യൻ ലാഭാധിപതി സ്വക്ഷേത്ര ബലവാനെങ്കിലും ക്ഷുദ്രകാരകനായിരിക്കുന്ന കേതു ബാധയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് വരുമാനത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ രാഹുപൂജയും കേതുപൂജയും ചെയ്യുക ഒന്നെങ്കിൽ, അതല്ലെങ്കിൽ ഒരു ഗണപതി ഹോമം നടത്തുക. എന്തായാലും കർമ്മസംബന്ധമായിട്ട് തൊഴിലിൻ്റെ കാര്യത്തിൽ വളരെ നല്ല അനുകൂലമായ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ ഈ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. വീട് വിട്ട് നിൽക്കുന്നവർക്കും വളരെ നല്ല ഗുണഫലങ്ങൾ അനുഭവിക്കാനുള്ള യോഗമാണ്. നല്ല പ്രാർത്ഥന ഉണ്ടാകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല ഗുണങ്ങൾ ഈ മാസത്തിൽ അനുഭവിക്കാൻ സാധിക്കും. വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക വൃശ്ചികക്കൂറിലാണ്. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചും ഈ പറഞ്ഞ കാലിൻ്റെ മുട്ടിന് വേദന പോലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും ദൈവാധീനം നല്ല രീതിയിലുണ്ട്. കർമാധിപതി സ്വക്ഷേത്ര ബലവാനാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഗവൺമെൻറ് ജോലിക്ക് കാത്തിരിക്കുന്നവർക്ക് ഗവൺമെൻറ് ജോലി കിട്ടാനായിട്ട് യോഗമുണ്ട്. അതുപോലെ തന്നെ ഏജൻസി വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ വാഹനമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ വളരെ നല്ല അനുകൂലമായ ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് ഈ മാസത്തിൽ യോഗമുണ്ട്. എന്നാൽ 4 രാഹു ആയതുകൊണ്ട് വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ടെൻഷനും സന്തോഷിച്ചിരിക്കുമ്പോൾ ടെൻഷൻ ഉണ്ടാകുക, അതേപോലെ വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് മാനസിക ടെൻഷൻ അനുഭവപ്പെടുക, കാലിൻ്റെ മുട്ടിന് വേദന ഉണ്ടാകുക, അതേപോലെ തന്നെ കൈകൾക്ക് വേദന ഉണ്ടാകുക, അങ്ങനെ ഞരമ്പ് സംബന്ധമായിട്ട് രോഗാവസ്ഥ കാര്യങ്ങൾ, ഉന്മേഷക്കുറവ്, ചെറിയ നിരാശ പോലെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ യോഗമുള്ളൊരു മാസമാണ്. എന്നാൽ ദൈവാധീനം ഉള്ളത് കാരണം കൊണ്ട് ഭാഗ്യാധിപതി ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് നല്ല ഭാഗ്യം അനുഭവിക്കാനുള്ള യോഗമുണ്ട്. അതിൽ പറയപ്പെട്ട പരിഹാരങ്ങളൊക്കെ ചെയ്താൽ നല്ല ഗുണഫലങ്ങൾ അനുഭവിക്കാൻ ഈ മാസത്തിൽ സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.